ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയത് പറയാൻ വേണ്ടിയിട്ടാണ്. വരുമാനം കിട്ടിയതൊരു 2-3 മാസമായിട്ടോ. വരുമാനം കിട്ടിയിട്ടല്ല, എൻ്റെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് 4000 വാച്ച് അവേഴ്സ് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഓരോ പൈസ ഇങ്ങനെ $1, $2 അങ്ങനെ ആയിട്ട് വരിക. അപ്പോൾ അത് 2-3 മാസമായിട്ട് എനിക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ, തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിന് മുന്നേ ചിലപ്പോൾ പരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇടയ്ക്കും ഉണ്ടാവാറുണ്ടെന്ന് ചില വീഡിയോയിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ എൻ്റെ എല്ലാ വീഡിയോ ഒന്നും വൈറലായിട്ടൊന്നുമില്ല. പക്ഷെ ഒരു വീഡിയോ വൈറലായി 26 വാച്ചിങ് അവേഴ്സ് എനിക്ക് കിട്ടിയായിരുന്നു. 26-7 അങ്ങനെ എന്തോ വാച്ചിങ് അവേഴ്സ് കിട്ടിയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് വാച്ച് അവേഴ്സ് കൂടാൻ കാരണം, ഒരു വീഡിയോയ്ക്ക് കേട്ടോ. എന്ന് വിചാരിച്ചാൽ എനിക്ക് സങ്കടമൊന്നുമില്ല, ഒരു വീഡിയോ മാത്രമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. മെയിൻ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊന്നും ഞാൻ പറയണില്ല. അല്ല, വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് ഞാൻ പറയണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അസുഖങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രീ ആയി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഇട്ടത്. അപ്പം പിന്നെ ഞാൻ ജോലിക്ക് നോക്കിയായിരുന്നു. ജോലിക്ക് നോക്കിയ സമയത്താണെങ്കിലും എനിക്ക് ജോലിയൊന്നും സെറ്റാവണില്ല. എല്ലായിടത്തും നമ്മളെ ഞാനിത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജോലി സ്ഥലത്ത് ചെന്നാലും, ഇൻ്റർവ്യൂവിനൊക്കെ ചെന്ന് കഴിഞ്ഞാലും അസുഖം ഇപ്പം നിലവിൽ നമ്മുടെ ഔട്ട്ഫിറ്റ് കണ്ടിട്ട് ആൾക്കാർ വിലയിരുത്തുമല്ലോ. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി, മഞ്ജുഷയും ഇപ്പം ജോലിക്കൊന്നും ട്രൈ ചെയ്യണ്ട, ഇയാൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ജോലി നോക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിച്ചേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ വീട്ടിലിരുന്ന് നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളും കഴിഞ്ഞു, ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് മരുന്നൊന്നുമില്ല. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണു. ഒരു 5-6 മാസക്കാലം നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് വീട്ടിൽ. അപ്പം എനിക്കൊരു എന്തെങ്കിലും ചെയ്യണമെന്നല്ലോ എന്നോർത്ത് വിചാരിച്ചിട്ട് ഞാനൊരു എൻ്റർടൈൻമെൻറ്റിന്, സത്യം പറഞ്ഞ ഒരു ചുമ്മാ രസത്തിന് തുടങ്ങിയതാണ്. ഒരു ദിവസം എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. അപ്പം ഇതിന് മുന്നേ ഞാനിങ്ങനെ ഓരോരോ ആൾക്കാർ, അതായത് ക്യാൻസർ രോഗമുള്ളവരും രോഗം മാറിയ ആൾക്കാരൊക്കെ വീഡിയോ ഇടണം ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും എനിക്കും പറയാനുണ്ടാവും. ഞാൻ ഒരാൾക്ക് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എങ്കിലും നമ്മുടെ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ചിലർക്കെങ്കിലും അതൊരു 100 പേരിൽ ഒരാൾക്കെങ്കിലും നമ്മളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഒരു വീഡിയോ ഇട്ടു. എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് വീഡിയോ ഇട്ടതാണ്. ആ വീഡിയോയ്ക്ക് എനിക്ക് നല്ല വ്യൂവേഴ്സ് വന്നു. പിന്നെ എനിക്ക് തോന്നി ഇത് നല്ല പരിപാടിയാണല്ലോ, ഒന്നുകൂടെ ഇടാമെന്ന് ഓർത്തിട്ട് 1-2 വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ റിപ്പീറ്റ് കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങി. അപ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂവേഴ്സ് പോകുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിലും ആരോടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ, ഞാനൊരു ചാനലുണ്ട് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോ കേട്ടോ എന്നൊന്നും ഞാൻ ആരെടുത്തും പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാ വീഡിയോയിലും തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അവർക്കാർക്കും, എൻ്റെ സർക്കിളിലുള്ള ആൾക്കാർക്കൊന്നും ഈ അസുഖത്തിനെ പറ്റി അറിയണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന അസുഖമൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അവർക്ക് എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം എങ്ങനെയുണ്ടെന്നോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചറിയാനുള്ള താല്പര്യമൊന്നും ആരിലും കണ്ടില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് പേരുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്നല്ലാലും വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അങ്ങനെ നമ്മളെപ്പറ്റി അങ്ങനെ വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചോദിച്ചറിഞ്ഞില്ല. പിന്നെ ഞാൻ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴും വീഡിയോയിലൊക്കെ ഇതൊക്കെ എല്ലാം പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള വീഡിയോകൾ ഇടാൻ തുടങ്ങിയത്. ഇപ്പം എനിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 6-7 മാസം കഴിഞ്ഞു കേട്ടോ. 8 മാസത്തോളമായി. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു
6 മാസം വേണ്ടി വന്നില്ല, ഒരു 2 മാസം ആയപ്പോഴത്തേക്കും എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വാച്ചിങ് അവേഴ്സ് ഇല്ല. വാച്ചിങ് അവേഴ്സ് വന്നത് ഒരു 6 മാസത്തിന് ശേഷമാണ് വാച്ചിങ് അവേഴ്സ് വന്നത്. അതിൽ ഒരു വീഡിയോ നല്ല വൈറലായി പോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് വിഷമമുണ്ട്, ഒരു വീഡിയോ മാത്രമേ അല്ല, ഈ വൈറലായ വീഡിയോനേക്കാളും മുന്നേ ഒറ്റ വീഡിയോയും വൈറലാവുള്ളല്ലോ, വ്യൂവേഴ്സ് മാത്രം, അതായത് 1K വ്യൂവേഴ്സൊക്കെ ഉള്ളൂല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മുടെ വ്യൂവേഴ്സും കൂടി വന്നു കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ 2500 ആൾക്കാർ ഒക്കെ പറയണത് എനിക്ക് വലിയ കാര്യമാണ്. ഒരു 6-8 മാസത്തിൻ്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു ഭയങ്കര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ വരുമാനത്തിൻ്റെ കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷെ 6 മാസം കഴിഞ്ഞതിന് ശേഷം മോണിറ്റൈസേഷൻ ചെയ്തു. അപ്പം പിന്നെ ആഡ് വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ ആരെയും പ്രൊമോട്ട് ചെയ്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ നമുക്ക് അതിനുള്ള പ്രൊമോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ആരും അങ്ങനെ എനിക്കൊന്നും അറിയില്ല, ആരും നിർബന്ധിച്ചില്ല, അറിയുന്നവർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കറക്റ്റ് സമയത്താണ് ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയത്. കാരണം ഞങ്ങൾ വീടൊക്കെ മാറിയായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ സ്വന്തം വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കറക്റ്റ് അറ്റ് ടൈമാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ വാടക കാശ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. ഹസ്ബൻഡ് എല്ലാ കാര്യത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും, ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിനൊക്കെ ആണെങ്കിലും, കുട്ടികളാണെങ്കിലും കൂടി പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഒരുപാട്, ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്ത് കണ്ടൻറ് ഉണ്ടാക്കുന്നതും തംബ്നെയിൽ ചെയ്യണതും ഒക്കെ. അപ്പോൾ അവരാണെങ്കിലും ഒരുപാട് സഹായിച്ചു. കുട്ടികളാണെങ്കിലും അമ്മ ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട്, പിള്ളേരാണെങ്കിലും നമ്മളോട് ഒരു താല്പര്യം കാണിച്ചു ചെയ്യത്തോട്ടെ എന്നുള്ള രീതിയിൽ പിള്ളേരാണെങ്കിലും ശല്യം ചെയ്തില്ല. ഹസ്ബൻഡാണെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിന്നു. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബ് തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി അന്നേരം വെളിയിലായിരുന്നു. പിന്നെ എനിക്ക് ഐഫോണിൻ്റെ XS ആണ് വാങ്ങിച്ചു തന്നെ. XSലാണ് ഇപ്പോഴും വീഡിയോ എടുക്കണേ കേട്ടോ. ഐഫോൺ XS ക്യാമറയൊക്കെ നല്ലതാണ്. കാരണം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ, മറ്റേ എൻ്റെ കയ്യിലുള്ളത് വിവോയായിരുന്നു. പക്ഷെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ലൈവിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തോന്നും, ഫോട്ടോ എടുക്കണമെങ്കിലും വീഡിയോ എടുക്കണമെങ്കിലും ഒക്കെ. അപ്പം എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ഇപ്പോഴത്തെ അറ്റ് ടൈമിൽ ഒരു എൻ്റെ കയ്യിൽ നിന്നൊരു വരുമാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക കാശ് കൊടുക്കാനുള്ള, ഇപ്പം ഞങ്ങൾ പെരുമ്പാവൂർ ടൗണിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പം അവിടുത്തെ വാടക കാശ് ഒരു ഏകദേശം എങ്ങനെയാണെന്നറിയാലോ. അപ്പം എന്നാൽ ടൗണിലല്ല, ഗ്രാമത്തിലല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ പുള്ളിയുടെ വീട് കുറച്ച് തൊട്ടടുത്താണ് പുള്ളിയുടെ വീടും. അപ്പം അത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. ടൗണും അല്ല ഗ്രാമവും അല്ലാത്ത ഒരു അന്തരീക്ഷമാണ് കേട്ടോ. പിന്നെന്താ, അപ്പം പിന്നെ ഈ മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡോളർ വന്നു തുടങ്ങി. $100 കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് പൈസ എടുക്കാൻ പറ്റുക. അതും പൈസ എടുക്കാൻ പറ്റില്ല, ഇവിടുത്തെ നമ്മുടെ ഈ ക്യാഷ് ട്രാൻസ്ഫർ ഈ എന്താണ് ഇന്ത്യൻ കറൻസി ആക്കണം. കറൻസി ആക്കിയിട്ട് നമ്മൾ ബാങ്കിൽ പോയി എടുക്കുക. പക്ഷേ എങ്കിലും എനിക്കതൊരു ഉപകാരമായിട്ടാണ് തോന്നുന്നത് ഈ സമയത്ത്. അപ്പം എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് മെസ്സേജിൽ ഇൻബോക്സിലല്ല കമൻറ്റിൽ വന്ന് കുറേ ലൈക്കും കമൻറ്റും ഒക്കെ പറയുന്നവർക്കൊക്കെ നന്ദിയുണ്ട്. ഇപ്പോൾ കറക്റ്റ് സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടി തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതങ്ങനെ നമ്മളെ കൊണ്ട് ഒരു 5 പൈസ ആണെങ്കിലും കൊടുക്കാൻ പറ്റുക, മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. എല്ലാവർക്കും കുറവുകളുണ്ട്, പക്ഷെ
നമുക്ക് കുറവുകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കഴിവും കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. അതിൽ എന്തെങ്കിലും ചെറിയ കഴിവാണെങ്കിലും എനിക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളൊരു ഒരു അഭിമാനം എനിക്ക് അന്നുണ്ട് ഇന്നുണ്ട്. അപ്പം കുറവുകളിൽ നമ്മൾ പരാതിപ്പെടാതെ നമ്മുടെ എന്താണോ നമ്മളിലുള്ള ഏറ്റവും കഴിവ് ആ കഴിവിൽ ഫോക്കസ് ചെയ്യുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.